തീർച്ചയായിട്ടും. ഈ നമ്മൾ പണ്ട് പറയും ഇപ്പം ചില നടീനടന്മാരുടെ ഒരു ഷോട്ട് അവിടെ വെച്ചിട്ട് അവരുടെ ഒരു നോട്ടം കണ്ടാൽ അവരുടെ ഉള്ളിൽ ടാലന്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പം ഇതിന്റെ ഒരു 2 ഷോട്ട് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും, പണി അറിയാം. നമുക്ക് ഇനി ധൈര്യമായിട്ട് ഫീച്ചർ ഫിലിമിലേക്കൊക്കെ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, പേടിക്കണ്ട എന്ന് ഏത് ആർട്ടിസ്റ്റിനും മനസ്സിലാവും കണ്ടു കഴിഞ്ഞാല്. ഈ ഇപ്പം അവിടെ പോയിട്ട് ഫിലിം മേക്കിംഗ് പഠിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒന്നും അറിയാതെ നമ്മൾ ആളുകൾ ഷോർട്ട് ഫിലിംസ് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഉള്ളിലെ ടാലന്റ് മാത്രം വെച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ അങ്ങനെ ആയിരുന്നു ദീപ്തി ഒരു പക്ഷേ ഇത് എടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ കളർ പാലറ്റ് ഡിസ്കഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂഡ് സെറ്റിംഗ് ലൈറ്റോ ഇതൊക്കെ ഇങ്ങനെ തന്നെ വരും തോന്നിയിട്ടുണ്ടായിരുന്നു? അതെയോ? സുമേഷ്, എൻ്റെ പേഴ്സണാലിറ്റി വെച്ച് ഞാനിങ്ങനെ എനിക്ക് പ്രിപ്പയർ ചെയ്യണം, എനിക്ക് എൻ്റെ വർക്ക് ഇടണം. അത് ഞാൻ എന്ത് കാര്യം ചെയ്താലും അങ്ങനെയാണ്. അപ്പം അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അതിനെക്കുറിച്ച് എൻ്റെ രീതിയിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിച്ച് ഞാൻ അല്ല, ഐ ടേക്ക് തിങ്സ് വെരി സീരിയസ്ലി വെൻ ഇറ്റ് ഈസ് റിയലി പാഷനേറ്റ്. അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരിക്കലും ആ ഒരു ദീപ്തി ഇല്ല. ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഒരു ദീപ്തി ഇല്ല. സോ അതുകൊണ്ടാണ് ഞാനത് പഠിക്കാൻ പോയതും. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അതിലോട്ട് ഇറങ്ങുമ്പം ലൈക്ക് അവിടെ ആകുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി, നമുക്ക് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടുണ്ട്, നമ്മൾ കുറേ വർഷം വർക്ക് ചെയ്തു, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ നൗ യു ആർ ഇൻ എ ഫേസ് വേ യു ക്യാൻ ചൂസ് വാട്ട് യു വോണ്ട് ടു ഡു. അപ്പോൾ അതിന് നമ്മുടെ സിസ്റ്റം സപ്പോർട്ട് ചെയ്തപ്പം വൈ ഷുഡൻറ്റ് ഐ ഡു ഇറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പം പോയി പഠിച്ചു, എക്സ്പ്ലോർ ചെയ്തു. ഞാൻ ലാസ്റ്റ് ഇയർ ഒരു ആക്ടിങ് കോഴ്സ് വരെ ചെയ്തിട്ടിരിക്കുക. അതിൻ്റെ റീസൺ ഇത്രേ ഉള്ളൂ, ലൈക്ക് ഞാനത് എങ്ങനെ ഹൗ ഡു ഐ കമ്മ്യൂണിക്കേറ്റ് ടു ദ ആക്ടേഴ്സ്. കാരണം ഞാൻ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ എൻ്റെ ആക്ടേഴ്സ് എല്ലാം പ്രൊഫഷണൽ ആക്ടേഴ്സ് ആയിരുന്നു. അപ്പം നമ്മളൊരു കാസ്റ്റിംഗ് ഡയറക്ടറിനെയൊക്കെ വെച്ചിട്ടാണ് അവരെ നമ്മളിതിലോട്ട് ചൂസ് ചെയ്തത്. അപ്പം വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് എവറി ആക്ടേഴ്സ് പ്രോസസ് വർ ഡിഫറെൻറ്റ്. ചിലരുടെ പ്രോസസ്സ്, ഓരോരുത്തരുടെ പ്രോസസ്സും വളരെ ഡിഫറെൻ്റ് ആയിരുന്നല്ലോ. ആൻഡ് ഐ എൻജോയ്ഡ് സ്പെൻഡിങ് ടൈം വിത്ത് ദം. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ആക്ടേഴ്സിനോട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും, ടു ഹെൽപ്പ് ദം ടു ഗെറ്റ് ടു ദ ഇമോഷണൽ ബീറ്റ് വേ യു നീഡ് ദം ടു ബി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം ഒരു സിസ്റ്റത്തിൽ കൂടെ വന്നിരിക്കുന്നവരാണ്, ഇവർക്കൊരു പ്രത്യേക ഭാഷയുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നുള്ളത്. സോ അത് അങ്ങനെ ഒരു കാര്യം കൂടെ എനിക്ക് പഠിക്കാം എന്നറിഞ്ഞപ്പം ഐ ടുക്ക് അപ്പ് എ കോഴ്സ് ഓൺ ആക്ടിങ്. അപ്പം ഇറ്റ് വാസ് ഫൺ, ലൈക്ക് ഭയങ്കര അവിടെയല്ലേ നല്ല രസം, ഫ്രീ ആയിട്ട് പോയി ചെയ്തു, നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സോ ആ ഒരു പ്രോസസ്സും ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ഐ വോണ്ട് ടു ബി എവറി ഡേ ഐ വോണ്ട് ടു ബിക്കം ബെറ്റർ ആസ് എ പേഴ്സൺ. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി എൻ്റെത്. ഐ ട്രൈ, ലൈക്ക് നമ്മൾക്ക് ഒരിക്കലും പെർഫെക്ഷൻ കിട്ടത്തില്ല, ബട്ട് ഐ ട്രൈ. സോ ഇൻ ഷോർട്ട് അങ്ങനെ ഒരു ദീപ്തി ഇല്ല. ഒരു പ്രൗഡ് അമ്മ അല്ല, മമ്മിയുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ഞാൻ അങ്ങനെ ഇവിടെ വന്നപ്പോൾ മമ്മീനെയും പപ്പേനെയും പ്രൗഡ് ആക്കണം, കാരണം അവർക്കൊരു ലെഗസി ഉണ്ട്. എൻ്റെ മമ്മിയും പപ്പയും, പപ്പ ഒരു റൈറ്ററാണ്. 2000 നാടക രചനയ്ക്ക് സംസ്ഥാന അവാർഡ് വാങ്ങിച്ച ആളാണ് എൻ്റെ പപ്പ. പിന്നെ മമ്മി ഇത്രയും വർഷങ്ങളായിട്ട് നാടകത്തിൽ തുടങ്ങി സിനിമയിൽ ചെയ്ത ഒരാളാണ്. പിന്നെ എനിക്ക് എൻ്റേതായിട്ടൊരു പേഴ്സണൽ സ്റ്റാൻഡേർഡും ഉണ്ട്. ഞാൻ ചെയ്യുവാണെങ്കിൽ ഐ വോണ്ട് ടു ഡു ഇറ്റ് ദിസ് വേ. ചുമ്മാ അങ്ങനെ ഓടിപ്പിടിച്ചൊരെണ്ണം ചെയ്തിട്ട് അങ്ങനെയും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് ഞാൻ. അപ്പം ഇവരെ കൊണ്ടുവന്ന് കാണിക്കുമ്പം പ്രൗഡ് ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് അത് സാധിച്ചു. ഞാൻ ഉദ്ദേശിച്ചേക്കാൾ മേളിൽ ഇപ്പം സിബി സാറൊക്കെ ഇരുന്ന് പറയുമ്പം, ജോഷി സാറൊക്കെ ഇരുന്ന് പറയുമ്പം എനിക്ക് എന്നെക്കാളും അവരുടെ വാല്യൂ മമ്മിക്ക് അറിയാമല്ലോ. അപ്പം മമ്മിയുടെ സന്തോഷം ഭയങ്കരമായിരുന്നു. അപ്പം മമ്മി നമ്മളെ ഒന്നുകൂടെ കുറച്ചുകൂടെ മതിക്കും. ജോഷി സാറ് പറഞ്ഞെങ്കിൽ ഇവളൊരു സംഭവമാണ്. സാറങ്ങനെ പറയില്ലല്ലോ. സാറിന്റെ എല്ലാ പടത്തിലും ഞാൻ കുട്ടി മേടിച്ച ആളാ. അഭിനയിച്ച സാറ് വെരി ഗുഡ് പൊന്നമ്മ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പലരും പറയും, ഓ പൊന്നമ്മക്ക് ഇഷ്ടം പോലെ കൂട്ട് കിട്ടുന്നുണ്ട്. സാറ് പറയുന്ന പോലെ നമ്മൾ അഭിനയിച്ച സാറിന്റെ കൂട്ട് കിട്ടും, തെറ്റിച്ച സാറ് വഴക്കും പറയും. അല്ല, നമ്മൾ ഇങ്ങനെ ഒരു ഫാമിലി ജനിക്കാനും നമുക്കിങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് ഇൻബിൽറ്റ് ആണ്. നമ്മൾ ചെയ്തിട്ട് വന്ന കാര്യങ്ങളല്ല. ഇപ്പം എനിക്ക് എസ്തെറ്റിക്സ് ജന്മന ഇഷ്ടമാണ്, ആർട്സ് ഇഷ്ടമാണ്. അപ്പോൾ അതിനോടൊരു ഇൻക്ലിനേഷൻ വന്നിട്ട് നമുക്ക് ചിലത് ചെയ്യുമ്പോൾ നന്നായി വരുന്നു, പെട്ടെന്ന് ചിലപ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശരിയാകും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളൊന്നും ചെയ്തിട്ട് ആ ഭാഗം നമുക്ക് വന്നിരിക്കുകയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ, വർക്ക് ഇടുക, ഇമ്പ്രൂവ് ആക്കുക എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് ഞാൻ കാണുന്നത്. അപ്പം മമ്മിയും പപ്പയും ആ പ്രിവ്യൂവിൻ്റെ സമയത്താണെങ്കിലും മമ്മി ഇങ്ങനെ വളരെ പ്രൗഡായിട്ട് ഇരിക്കുകയും എൻ്റെ പപ്പയുടെ നെർവസ്നെസ് എനിക്ക് കാണാമായിരുന്നു ഫിലിം തിയേറ്ററിൽ ഇടുമ്പോൾ. ആൻഡ് പപ്പ കെയിം ആൻഡ് ടോൾഡ് മീ ലൈക്ക്, ഓ നിൻ്റെ ഫിലിം ഞാൻ തിയേറ്ററിൽ കാണാൻ പോവാം. പപ്പ അവിടെ ഞങ്ങൾ തിയേറ്ററിൽ കാണിച്ചപ്പോൾ ഹി വാസ് വെരി പ്രൗഡ്. അത് കഴിഞ്ഞ് എനിക്ക് കാണാം, ലൈക്ക് ലേറ്റർ ഞാൻ അപ്പം ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഞാനത് കണ്ടപ്പോഴാണ് എൻ്റെ പപ്പ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഓഡിയൻസിൻ്റെ ഇടയിൽ. ഇതെങ്ങനെയാണ് ആൾക്കാർ റിസീവ് ചെയ്യാൻ പോവോ. പക്ഷേ എനിക്ക് ഐ ഡിഡ് മൈ ബെസ്റ്റ്. സോ അങ്ങനെ വലിയ ഒരു എല്ലാവരും പറയുന്ന ഫീഡ്ബാക്ക് കേൾക്കാവുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. മമ്മി വാസ് വെരി പ്രൗഡ്. മമ്മിക്ക് ടെൻഷനൊന്നുമില്ല, ആസ് യൂഷ്വൽ ഷീ വാസ് കൂൾ. ഇവരെല്ലാം പഠിച്ച് ഇവരെല്ലാം പുറത്ത് സെറ്റിൽഡായി.
ലാസ്റ്റ് ഞാൻ നോക്കുമ്പോഴേ ഇതെല്ലാം തിരിച്ച് സിനിമയിലോട്ട് വരുന്നു. ഈ ബ്ലഡിലുള്ളതാണല്ലോ, ഒരു കലയാണല്ലോ. അതെ. മമ്മി നമ്മളെ അങ്ങനെ ആർട്സിലോട്ട് എൻകറേജ് ചെയ്തിട്ടില്ല കുഞ്ഞിലെ. കാരണം അത്രേ ഉള്ളൂ, ലൈക്ക് ഷീ ബിലീവ്ഡ് ഇൻ അസ് ഹാവിങ് എ ഗുഡ് ലൈഫ്. നമുക്കൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു കരിയർ വേണം, നമുക്ക് ഫിനാൻഷ്യലി, കാരണം ആർട്ട് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തിലോട്ട് ഞങ്ങളെ അങ്ങനെ മമ്മി എൻകറേജ് ചെയ്തിട്ടില്ല. കാരണം അത് ഞങ്ങൾക്ക് രണ്ടും, പപ്പയും മമ്മി, അത് ഞങ്ങൾക്ക് കറക്റ്റ് കോമ്പിനേഷനാണ്. മമ്മി ഞങ്ങളെ സ്റ്റെബിലൈസ് ചെയ്തു, പപ്പ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഇപ്പം മമ്മി നോക്കുമ്പോൾ ഞങ്ങളെല്ലാവരും സെറ്റിൽഡ് ആൻഡ് യുനോ ഷീസ് ഓക്കെ. മമ്മിയും ഫ്രീയാ, യുനോ ഞങ്ങൾക്ക് നിൽക്കാനും. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പം മമ്മി ഇതിനെ കണ്ടതിന് ശേഷം മമ്മി വേറൊരാളാന്ന് വെച്ചാൽ മമ്മിയുടെ ഒരു മമ്മി വിളിച്ച് പറയുമ്പോഴും എൻ്റെ മോൾ ഹോളിവുഡ് ഫിലിം ചെയ്തിരിക്കും. മക്കളുടെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ മമ്മിക്ക് ഒരു ചെറിയ സന്തോഷം എനിക്ക് കൊടുക്കാൻ ഈ ഫിലിം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പോലും പ്രധാനമായും മമ്മിക്കാണ്. എനിക്ക് മറ്റേ ഒരു കോമഡി ആയിട്ട് മറ്റേ ഉദയനാടാരത്തിലൊരു സീനുണ്ട്. മറ്റേ ലാലേട്ടൻ എഴുതുമ്പം ശ്രീനിവാസൻ സാറ് പറയും എല്ലാരും ചോദിക്കുന്നു നിന്റെ അടുത്ത പടത്തിൽ ഞാനല്ലേ എല്ലാരും ചോദിക്കുന്നു നിന്റെ അടുത്ത പടത്തിൽ ഏറ്റവും പ്രധാന. അത് മമ്മിയോട് എനിക്ക് തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടല്ലോ മകളെന്ന നിലയിൽ. അപ്പൊ പക്ഷെ ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ കുറച്ച് ഇത്തിരി സ്റ്റബേൺ ആണ്. ഞാൻ സ്റ്റോറി വെച്ച് വരുമ്പം സ്റ്റോറി വൈസ് ആ ക്യാരക്ടർ ഫിറ്റ് മമ്മി ആണെങ്കിൽ അങ്ങനെയാണ്. അതിനോട് നമുക്കൊരു ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പം ഒരു കഥ കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ നമ്മൾ ഇരയുടെ കഥ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറ്റവാളിയുടെ കഥ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പം ഇരയുടെ വീട്ടുകാരുടെ കഥയും നമ്മൾ ഒരു പരിധി കണ്ടിട്ടുണ്ട്. ഇപ്പം അല്ല ഇരയുടെ ഈ കുറ്റവാളിയുടെ വീട്ടുകാരുടെ കഥ എന്ന് പറയുന്നത് അങ്ങനെ അധികം അങ്ങനെ വന്നിട്ടില്ല. അവരുടെ ലൈഫ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി സർവൈവ് ചെയ്യുന്ന അവർ പോകുന്ന റൂട്ട് നമ്മൾ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പം ഈ ഒരു കഥ സെലക്ട് ചെയ്യാൻ റീസൺ എന്താണ് ശരിക്കും? ഇതൊരു ഓർഗാനിക് ആയിട്ടൊരു പ്രോസസ്സായിരുന്നു. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഈ പഠനമെല്ലാം കഴിഞ്ഞപ്പം ഐ ഫെൽ റെഡി വിത്തിൻ മൈ സെൽഫ് ടു ഡു എ ഫിലിം. അപ്പം ഒരു സ്റ്റോറി നമുക്ക് എഴുതി നോക്കാം എന്നുള്ള ഒരു ആലോചന വന്നപ്പം ഞാനിങ്ങനെ എൻ്റെ ബ്രദർ എൻ്റെ ബിഗ്ഗസ്റ്റ് ചിയർ ലീഡറാണ് എൻ്റെ ബ്രദർ. അപ്പോൾ എപ്പോഴും വിളിച്ച് എൻകറേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരു കോൺവെർസേഷനിൽ ഞങ്ങൾ ക്രൈം സ്റ്റോറീസിനെ കുറിച്ച് വെറുതെ ഇങ്ങനെ ഡിസ്കഷൻ ചെയ്യും. അപ്പോൾ അവനെന്തൊക്കെയോ പറയുമോ എൻ്റെ അടുത്ത്. അന്നേരം ഉള്ളിലുണ്ടായ ഒരു സ്പാർക്കായിരുന്നു. നമ്മളിപ്പം യുനോ ആ ഒരു ചാപ്റ്റർ നമ്മളൊരു ഇത് ഈ വേൾപൂൾ എന്ന് പറഞ്ഞ സ്റ്റോറിയിലും ആക്ച്വലി കുറ്റവാളി എന്നുള്ള ഒരു ആംഗിളിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുന്നത് ഹീസ് നോട്ട് കൺവിക്റ്റഡ്, ഇല്ലേ, ആരോപിതനാണ്. അപ്പം അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരാളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പർ പോകുന്ന ഒരു ഇമോഷണൽ ടെർമോയിലാണ്. അപ്പം ആ ഒരു ചാപ്റ്റർ, ആ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമാണ് വേൾപൂൾ. അതുകൊണ്ടാണ് ടൈറ്റിൽ വേൾപൂൾ എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മളിങ്ങനെ നോർമലി ഫ്ലോട്ട് ചെയ്ത് പോകുന്ന ഒരാൾ ഓൾ ഓഫ് എ സഡൻ ഷീ ഗെറ്റ് സക്ഡ് ഇൻ ടു ദിസ് ഇമോഷണൽ സ്റ്റേറ്റ്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കടന്നു പോയിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷൻ, അതിനെ മിറർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആ ഒരു കുഞ്ഞു സമയത്ത് നമുക്ക് പറയാവുന്ന ആർക്കിൽ കൂടെ. ഇപ്പോൾ തുടക്കത്തിൽ ദ മെയിൻ പ്രൊട്ടാഗനിസ്റ്റ് ക്യാരക്ടർ റോസ് ദേഷ്യമാണ് ആദ്യം വരുന്നത്, ഡിനയൽ വരുന്നു, പിന്നെ അത് മൂവ് ഓൺ ടു ഷെയിം, എംബാരസ്മെൻറ്റ്, ഡിപ്രഷൻ, പിന്നെ ഒരു ചെറിയ പോയിന്റിൽ ഒരു ചെറിയ സർവൈവൽ. അങ്ങനെ ഒരു ചെറിയൊരു ഇമോഷണൽ ആർക്ക് മാത്രം പറയുന്ന ഒരു കഥയാണ്. ടിപ്പിക്കൽ ഒരു A to Z ക്ലോഷർ ഉള്ള ഒരു സ്റ്റൈലുള്ള ഒരു ഫിലിം സ്ക്രീൻ പ്ലേ അല്ല അതിൻ്റെ. ഇതൊരു സൈക്കോളജിക്കൽ ഡ്രാമ. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പം നമുക്കതിന് ഉത്തരം കിട്ടിയാൽ നമ്മൾ ഒരു തരത്തിൽ റിലീവ്ഡ് ആണ്, ബാഡ് ആണെങ്കിൽ പോലും. പക്ഷെ ഉത്തരം കിട്ടാത്തൊരവസ്ഥ, കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ദിസ് വേ അല്ലെങ്കിൽ ദാറ്റ് വേ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഇത് രണ്ടും അറിയാൻ പറ്റാത്ത നിൽക്കുന്ന ഒരാളുടെ ഒരു നിസ്സഹായാവസ്ഥ. അപ്പോൾ അതിനെ നമുക്ക് ഒരു ചാപ്റ്ററിൽ കൂടി, അപ്പോൾ അങ്ങനെ ഒരു തോട്ട് എൻ്റെ ബ്രദറുമായിട്ട് സംസാരിക്കുമ്പം പെട്ടെന്നുള്ളിൽ അങ്ങനെ ഒരു തോട്ട് വന്നപ്പം അങ്ങനെ എഴുതിയിട്ട് അങ്ങനെ ഉണ്ടായ ഒരു ഫിലിമാണിത്.